ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ പരിരക്ഷയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു പദ്ധതി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായിട്ടാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇലക്ഷന്റെ സ്റ്റണ്ടായിട്ട് പ്രഖ്യാപിച്ചതെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. ആ പദ്ധതിക്കെല്ലാം ഒരു ഓമന പേര് കൂടി നമ്മുടെ കോൺഗ്രസ് സർക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ദിര ഗ്യാരണ്ടി എന്നായിരുന്നു ആ പദ്ധതികളുടെ പേര്. ആ പദ്ധതികളിൽ ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയെല്ലാം ഇന്ന് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രസംഗിച്ചതും പ്രഖ്യാപിച്ചതും നമ്മുടെ കേരള ഗവർണറായ രാജേന്ദ്ര ആർലേക്കറാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പ്രകാരമാണ്. ആദ്യത്തേത്, ആർത്തവത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് അവധി ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം, പ്രതിമാസം കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പോക്കറ്റ് മണിയായിട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്കൊരു ഇടത്തരം ഉള്ള ഒരു ഫാമിലിയിൽ അവരുടെ കുടുംബങ്ങൾ പോകുന്നത് തന്നെ ഒരു നൂൽപാലത്തിലൂടെയാണ്. ഒരു ആക്സിഡന്റ് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മളുടെ സാമ്പത്തിക നില താളം തെറ്റും. ഈ ഒരു താളം തെറ്റല് നമ്മൾ പതറിപ്പോകാതിരിക്കാനാണ് ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം എന്നാണ് വി.ഡി. സതീശൻ സർക്കാർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 2011 കാലഘട്ടത്തിൽ ഇത്തരം അവശരായ ആളുകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് കാരുണ്യ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇടക്കാലം കൊണ്ട് ആ പദ്ധതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പദ്ധതിയുടെ തുടർച്ച തന്നെയാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും അറിയുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ. അത് ആർക്കാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണെന്ന് ഒന്നും ആർക്കും അറിയുകയില്ല. ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെയാണ് ഈ ഒരു പദ്ധതി എന്താണെങ്കിലും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ നമ്മുടെ പുതിയുഗ യാത്രയുടെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇത്തരം ഇന്ദിരാഗാന്ധി പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞ 5 പ്രസ്താവനകൾ പ്രഖ്യാപിച്ചിട്ട് പോയത്. പിന്നീട് അതെല്ലാം നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അതിന്റെയൊക്കെ ഒരു ഉത്തരം എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ ഈ ഒരു പ്രഖ്യാപനം പ്രസ്താവിച്ചത്. ഇത് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം, വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമോ, അതോ നമ്മുടെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നും കൂടി ഇന്ന് അദ്ദേഹം ഉറക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ആദ്യമേ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലെ സ്ത്രീകൾക്കും സൗജന്യ യാത്ര ഉറപ്പാക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവസാനമായപ്പോൾ അത് 7 ജില്ലകളിലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. ഇതുപോലെ തന്നെ ഈ ഒരു പരിരക്ഷ, അതായത് 25 ലക്ഷം രൂപയുടെ ഈ ഒരു കവറേജ് ഇൻഷുറൻസ് പദ്ധതിയും അങ്ങനെയാകുമോ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും സംശയം. എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ജനങ്ങളുടെ, ആളുകളുടെ പൾസ് തൊട്ടറിയാൻ ഈ ഒരു പദ്ധതിക്ക് കഴിയുമെങ്കിൽ ഇനി നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇത് വന്നൊരു വിജയമായിട്ട് തന്നെ മാറും. മറിച്ച് ഇതിലും ഒരു നിശ്ചിത കാലയളവ് അല്ലെങ്കിൽ നിശ്ചിത ആളുകൾക്ക് മാത്രമാണ് ഇത് കിട്ടുക എങ്കിൽ, മറിച്ചായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയൊരു വിപത്തായിട്ട് മാറും. ഒരേ രീതിയിൽ ഈ ഒരു പദ്ധതിയെ 2 തരത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം എതിർപക്ഷം, അതായത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിങ്ങളെ എങ്ങനെയൊക്കെ തകർക്കാമെന്ന് നോക്കി നടക്കുന്നുണ്ട്. 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കേരളം ഭരിച്ചിരുന്നവരാണ് ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ KSRTC സൗജന്യ യാത്ര എന്താണെങ്കിലും 7 സ്ഥലങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. പക്ഷെ ഈ ഒരു പദ്ധതി അങ്ങനെ ചുരുക്കാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും മാനദണ്ഡങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ആ മാനദണ്ഡങ്ങൾ പറയാത്തത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഏറുന്നത്. കാരണം തുടക്കത്തിലെ എല്ലാവർക്കും ഒരുപോലെ യാത്രകൾ സൗജന്യമാണെന്ന് പറഞ്ഞതും പിന്നെ 7 ജില്ലകളിലേക്ക് മാത്രം അത് ചുരുങ്ങിപ്പോയി. ഇതുപോലെ തന്നെയാകുമോ ഈ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ കവറേജ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ അതിലും സാമ്പത്തികമായിട്ട് മുന്നോക്കോ എന്നൊന്നും ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മുന്നോക്കവും പിന്നോക്കവും ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അത് പറയേണ്ടതാണ്. അല്ലാതെ ആദ്യമേ ഒരു പദ്ധതി പ്രഖ്യാപിച്ച പിന്നെ ആ ഒരു പദ്ധതി ഞങ്ങൾക്ക് ഇത് കിട്ടും, ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് ഒരു കവറേജ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ നീളെ വിളംബരം നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണാൻ ഇലയിട്ടിട്ട് ഇന്ന് ഊണില്ല എന്ന് പറഞ്ഞ അവസ്ഥ പോലെ ആയിപ്പോവും. എന്താണെങ്കിലും കേരളത്തിന്റെ ജനത ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ
10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്, കോൺഗ്രസിന് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. കേരള ജനത മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നോ, ഈ പാലിക്കുന്ന വാഗ്ദാനങ്ങൾ, അതായത് പറയുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം അവർ അതിൽ മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്നനുസരിച്ചാണ്. ആദ്യമേ തന്നെ KSRTC ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതായത് ഈ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ഒരു പദ്ധതി നമുക്ക് എല്ലാവർക്കും പറയാം. ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യനെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. മൺമറഞ്ഞു പോയെങ്കിലും ഇന്നും അദ്ദേഹം ഒരു കറകളഞ്ഞ മനുഷ്യനൊന്നും നമ്മൾ പറയുകയില്ലെങ്കിൽ ഏവരുടെ മനസ്സിനും ഒരേപോലെ ഇതൊരു സ്നേഹമാണ്, ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതേ ഇഷ്ടവും ബഹുമാനവും തന്നെ അദ്ദേഹത്തിന്റെ മകനായ ചാണ്ടി ഉമ്മനും കേരളക്കര കൊടുത്തിട്ടുണ്ട്. അതേ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു വിഷമം വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുവത്വമായിട്ട് ചാണ്ടി ഉമ്മന്റെ പേര് പലപ്പോഴും മന്ത്രി പദങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സർക്കാർ മന്ത്രിസ്ഥാനം നൽകിയില്ല. അത് വല്ലാത്തൊരു വിപത്ത് തന്നെയാണ്, അതായത് ഒരു വിഷമം തന്നെയാണ്. കാരണം യുവത്വം നയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര യുവത്വങ്ങളുണ്ട് ഈ മന്ത്രി മുഖത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റിച്ചുളിയും. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. മാറ്റം വരേണ്ടത് യുവത്വത്തിലൂടെയാണ്, അല്ലാതെ കണ്ടു കഴിഞ്ഞ മുഖങ്ങൾ അല്ലെങ്കിൽ കണ്ടു മടുത്ത മുഖങ്ങൾ തന്നെ വന്നിട്ട് ഒരു കാര്യവുമില്ല. എന്താണെങ്കിൽ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുക്കും, മന്ത്രിപദം കൊടുക്കുമെന്ന് ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ അത് കെട്ടിവെക്കുകയും അവസാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിരാശപ്പെടുകയും ചെയ്തൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ആര് കാരണമാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിലെ തലമൂത്ത അധികാരികളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ മകന് ആ ഒരു പദവി കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം അപമാനിതനായിട്ടുണ്ട് ഒരു സൈഡില്. അതേപോലെ ഈ ഉമ്മൻചാണ്ടിയുടെ പേര്, അദ്ദേഹം അത്രയും മഹത്വമായിട്ടുള്ള ഒരു മനുഷ്യന്റെ പേരിൽ ഈ ഒരു പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ആ 25 ലക്ഷം രൂപ എല്ലാ കുടുംബത്തിലും ഒരേപോലെ പ്രായഭേദമന്യേ, സാമ്പത്തിക മുന്നോക്കം പിന്നോക്കം എന്നൊന്നുമില്ലാതെ ഇത് എല്ലാവർക്കും ലഭിക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ഇതൊരു കോട്ടം തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറിപ്പോയി കഴിഞ്ഞാൽ അതായത് ഉമ്മൻചാണ്ടിയുടെ പേരാണ് കളങ്കപ്പെടാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ആശങ്കയിലാണ്. അതേപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ പരിരക്ഷ ഒരു 10 പൈസ പോലും എടുക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും സർക്കാരിന്റെ ഈ ഒരു ലക്ഷ്യം സക്സസ് ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും.